നമ്മളൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലൊക്കെ പോയി ഇരിക്കാറില്ലേ? നമ്മളെന്തിനാ പാർക്കിലും ബീച്ചിലൊക്കെ പോണത്? നമുക്ക് എന്തെങ്കിലും ജോലി ഭാരങ്ങളോ മറ്റെന്തെങ്കിലും ടെൻഷനോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരുന്നാല് അറ്റ്ലീസ്റ്റ് ആ പാർക്കിൽ ഇരുന്ന് വീട്ടിൽ എത്തുന്നത് വരെയെങ്കിലും ആ ഒരു സമയത്തേക്കെങ്കിലും നമ്മളൊന്ന് ഓക്കെ ആവും. ഇത്തിരി റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പാർക്കിലും ബീച്ചിലൊക്കെ പോവുക. അപ്പൊ നോക്കുമ്പോൾ അതിൽ ഇത്തരം ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പെണ്ണിന്റെ മുഖത്തുണ്ട് അതിന്റെ ഉള്ളിലുള്ള പേടി. അല്ല, ആരായാലും പേടി ഉണ്ടാവും, കാരണം കൈവിട്ട കളിയാണല്ലോ. നോക്കാം, കാര്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനോ സെക്യൂരിറ്റിയോ അതുമില്ല. കൈവിട്ട കളിയാ, ജീവൻ പണയം വെച്ചൊരു പരിപാടിയാ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന് കുറെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അവനെ വേറൊരു കൂട്ടുകാരൻ, വാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കല്ലേ, നമുക്കൊരു സിനിമക്കൊക്കെ പോയി വരാം, അപ്പൊ നീ ഒന്ന് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴല്ല, കുറെ മുന്നെയാണ്. ഈ ആകാശദൂത് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്താ ആ സിനിമയൊക്കെ കൊണ്ടുപോകുന്നത്. സിനിമയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവന് സ്വന്തം പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ആ സിനിമയിൽ അതിനേക്കാളും വലിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ മാതിരി ഇത്തിരി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ പാർക്കിലൊക്കെ പോണത്. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ അവിടെയും ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. സംഗതി നീ എന്തൊക്കെ പേര് ഇതിനിട്ട് വിളിച്ചാലും, ബഞ്ചി ഡൈവിംഗ് എന്നോ ബഞ്ചി ജമ്പിംഗ് എന്നോ എന്തൊക്കെ ഇട്ട് വിളിച്ചാലും, എത്രയൊക്കെ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷൻ ഉണ്ടായാലും ആ കയറൊന്ന് കട്ട് ചെയ്ത് ഭൂമിയിലേക്ക് എത്തുന്നത് വരെ വയറിന്റെ ഉള്ളിലൊരു കാഴ്ച ഉണ്ടാവും. അതൊരു വല്ലാത്ത അവസ്ഥയെ. ആ ചാട്ടം കണ്ടില്ല നിങ്ങള്? 6 മാസത്തെ വളർച്ചയായിരിക്കും ഒറ്റയടിക്ക് കുറഞ്ഞ് പേടിച്ചിട്ട്. വല്ലാത്ത ജാതി തന്നെയാണോ? ഹൈ